Today the topic that I am going to share, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്ന വിഷയം joy in the Holy Spirit. Joy in the Holy Spirit. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തെക്കുറിച്ചാണ്. And joy of salvation. രക്ഷയുടെ സന്തോഷം. Two most important topics in a Christian life. ക്രിസ്തീയ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള രണ്ട് വിഷയങ്ങൾ. Joy in the Holy Spirit. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. Joy of salvation. രക്ഷയുടെ സന്തോഷം. Because these are the two things ഈ രണ്ട് കാര്യങ്ങൾ that help a Christian ഒരു ക്രിസ്തീയ വിശ്വാസിയെ സഹായിക്കുന്നു to walk with Christ ക്രിസ്തുവിനോടൊപ്പം നടക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നു until the day of redemption. നമ്മുടെ കർത്താവിന്റെ വരവ് നാൾ വരെ. These two things are very important. ഈ രണ്ട് കാര്യങ്ങൾ വളരെ അത്യാവശ്യമാണ്. Without these two things, ഈ രണ്ട് കാര്യങ്ങളുടെ അഭാവത്തിൽ a Christian will feel that his life is lifeless. ഒരു ക്രിസ്ത്യാനി അവന്റെ ജീവിതത്തെ ഒരു ജീവനില്ലാത്തതായിട്ട് കാണുന്നു. Hallelujah. We read verse Romans 14:17. Romans chapter 14 verse 17. റോമാലേഖനം 14-ാം അധ്യായം 17-ാം വാക്യം ഒരാൾ വായിക്കാം. For the kingdom of God is not food and drink, but righteousness, peace and joy in the Holy Spirit. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും മാത്രമേ. Read it once again. For the kingdom of God is not food and drink, but righteousness, peace and joy in the Holy Spirit. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും മാത്രമേ. Hallelujah. Hallelujah. Let us pray. പ്രാർത്ഥിക്കാം. Lord, thank you for this morning, O Father Lord. കർത്താവേ, ഈ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. Thank you for each of the children who are sitting here, O Father Lord. ഇവിടെ ആയിരിക്കുന്ന അങ്ങയുടെ ഓരോ മക്കളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. Speak to them, speak to me, O Father Lord. അവരോട് എന്നോട് സംസാരിക്കുമായിരുന്നു. I thank you for your grace and your presence in this place, O Father Lord. അങ്ങയുടെ കൃപയ്ക്കും അങ്ങയുടെ സാന്നിധ്യത്തിനുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി We പറയുന്നു. thank you for the Holy Spirit you have given us, O Father Lord, to dwell inside us, O Father Lord. ഞങ്ങളുടെ ഉള്ളിൽ വസിക്കാനായിട്ട് അങ്ങ് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനായിട്ട് ഞങ്ങൾ നന്ദി As പറയുന്നു. we are going to listen your word, O Father Lord, അങ്ങയുടെ വചനം ഞങ്ങൾ കേൾക്കാൻ പോകുമ്പോൾ help us, O Father Lord, to be obedient to the voice of the Spirit inside us, O Father Lord. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് പറയുന്ന കാര്യങ്ങൾ കേട്ട് അനുസരിക്കാൻ ആയിട്ട് ഞങ്ങളെ സഹായിക്കണം. Help us to change our lives, O Father Lord, ഞങ്ങളുടെ ജീവിതത്തെ മാറ്റുവാനായിട്ട് to സഹായിക്കണം. be more like you, Lord. അങ്ങേ പോലെ ആവുക. In Jesus' mighty name we ask and we pray. യേശു കർത്താവിന്റെ നാമത്തിൽ ആമേൻ. So in the topic that we are going to read today is joy in the Holy Spirit and joy of salvation. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും രക്ഷയുടെ സന്തോഷത്തെ കുറിച്ചാണ്. So before coming to the joy, we'll read one more verse from Matthew 7:7-12. ഈ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ മത്തായി 7-ാം വാക്യത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 7-12. 7 മുതൽ 12 വരെ. If someone can read it in English. Matthew 7:7-12. Ask and it will be given to you, seek and you will find, knock and the door will be opened to you. But everyone who asks receives, he who seeks finds, and to him who knocks the door will be opened. Which of you, if his son asks for bread, will give him stone? Or if he asks for fish, will give him a snake? If you then, though you are evil, know how to give good gifts to your children, how much more will your Father in heaven give good gifts to those who ask him? When everything do to others when you will have to do to you. For this sums up the law and the prophets. യാചകൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്ന ഏവനും കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളാകുന്ന നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് ഒക്കെ നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇതുതന്നെ. Hallelujah. 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 So all of you please raise your hands and say hallelujah. 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 You are feeling sleepy? ആരെങ്കിലും ഉറക്കം വരുന്നുണ്ടോ? Feeling sleepy? Hallelujah. 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 So we are seeing three things: ask, seek and knock.
നമ്മൾ 3 കാര്യങ്ങൾ നോക്കുകയാണ്. യാചിപ്പിൻ, അന്വേഷിപ്പിൻ, മുട്ടുവിൻ. യാചിക്കുക, മുട്ടുക, അന്വേഷിക്കുക. So 3 forms of prayer. പ്രാർത്ഥനയുടെ 3 രൂപങ്ങൾ. Ask, ചോദിക്കുക, seek, അന്വേഷിക്കുക, and knock. മുട്ടുക. Sometimes we ask in the presence of the Lord. ചില സമയങ്ങളിൽ ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ ചോദിക്കും. Sometimes we seek to find certain things. ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കും. Sometimes we knock on the doors that were closed. ചില സമയത്ത് അടഞ്ഞു കിടക്കുന്ന കഥകൾ നമ്മൾ മുട്ടും തുറക്കുന്നതിന് വേണ്ടി. So today we are only discussing the topic seeking, to seek. ഇന്ന് നമ്മൾ അന്വേഷിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യമാണ് ചിന്തിക്കാൻ പോകുന്നത്. What do we seek in the presence of the Lord? ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ എന്താണ് അന്വേഷിക്കേണ്ടത്? What God wants us to seek in the presence of the Lord? ദൈവം എന്താണ് അവന്റെ സന്നിധിയിൽ നാം അന്വേഷിക്കേണ്ടതെന്ന് അവൻ ആഗ്രഹിക്കുന്നത്? And what do we seek in this world? നമ്മൾ ഈ ലോകത്തിൽ എന്താണ് നമ്മൾ അന്വേഷിക്കുന്നത്? What do we run after in this world? നമ്മൾ ഈ ലോകത്തിൽ എന്തിന്റെ പുറകെയാണ് നമ്മൾ ഓടുന്നത്? So there are 2 things. One, what we seek in the Lord. 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ദൈവത്തെ എന്താണ് അന്വേഷിക്കുന്നത്? രണ്ടാമത്തെ, what we seek in the world. നമ്മൾ ഈ ലോകത്തിൽ എന്താണ് അന്വേഷിക്കുന്നത്? So first we are going to see what we run after, what we are seeking in this world. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഈ ലോകത്തിൽ എന്തിന്റെ പുറകെയാണ് ഓടുന്നത്, എന്താണ് നമ്മൾ അന്വേഷിക്കുന്നത്. When we start seeking the things of the world that we do not need, നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഈ ലോകത്തിൽ നാം അന്വേഷിക്കുമ്പോൾ we start losing the blessings of the Lord that we absolutely need. നമുക്ക് ആവശ്യമുള്ള ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ നാം നഷ്ടപ്പെടുത്തി കളയുകയാണ് ചെയ്യുന്നത്. Let's say it once again. When we start seeking the things of the world that we don't need, നമുക്ക് ആവശ്യമില്ലാത്ത ഈ ലോകത്തിലെ കാര്യങ്ങളെ നാം അന്വേഷിക്കുമ്പോൾ we start losing the blessings of God that we absolutely need in our life. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന ദൈവകൃപ നാം നഷ്ടപ്പെടുത്തി കളയുകയാണ് ചെയ്യുന്നത്. We lose the fruits of the Spirit. നാം ആത്മാവിന്റെ ഫലം നഷ്ടപ്പെടുത്തി കളയും. We lose the manifestations of the Holy Spirit in our lives. പരിശുദ്ധാത്മാവിന്റെ നമ്മുടെ ജീവിതത്തിലുള്ള ആ പ്രകടനങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയും. So we're going to see 2 examples. 2 ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. The people who sought needless things ആവശ്യമില്ലാത്ത കാര്യങ്ങളെ അന്വേഷിച്ച 2 വ്യക്തികളെ and what they lost. അവർക്ക് എന്താണ് സംഭവിച്ചത്, അവർക്ക് എന്താണ് നഷ്ടപ്പെട്ടത്? First example is Adam and Eve. ആദ്യം നമുക്ക് ആദാമിനെയും ഹവ്വയെയും നോക്കാം. Adam and Eve were placed in the Garden of Eden. ആദാമിനെയും ഹവ്വയെയും ഏദൻ തോട്ടത്തിൽ ദൈവമാക്കി. God gave them everything. അവർക്ക് അവിടെ ആവശ്യമുള്ളതെല്ലാം ദൈവം നൽകി. God gave them everything. He gave them surplus. അവർക്ക് ആവശ്യമുള്ളതും അതിലും അധികം അവിടെ നൽകി. He gave them food. He gave them authority. They were the rulers of the garden. അവർക്ക് ദൈവം അവിടെ ആഹാരം നൽകി, അവർക്ക് അവിടെ ദൈവം അധികാരം നൽകി. അവർ ആ ഏദൻ തോട്ടത്തെ ഭരിക്കുന്നത് അവരായിരുന്നു. There was nothing that was short for Adam and Eve. അവർക്ക് അവിടെ ഒന്നിന്റെയും കുറവില്ലായിരുന്നു. But one day, എന്നാൽ ഒരു ദിവസം Satan comes. സാത്താൻ വന്ന് And God said to them, do not eat from the fruit which was in the center of the garden. ഏദൻ തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് കർത്താവ് അവരോട് പറഞ്ഞിരുന്നു. God kept only one rule: do not eat from this tree which is in the center of the garden. ഏദൻ തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് കർത്താവ് അവരോട് കൽപ്പിച്ചിരുന്നു. And one day Satan comes. ഒരു ദിവസം സാത്താൻ വന്നിട്ട് and he speaks to Eve ഹവ്വയോട് പറഞ്ഞു and says, അവരോട് ഇങ്ങനെ if പറഞ്ഞു, you eat that fruit, ഈ ഫലം തിന്നാൽ you will become more wiser. നീ അധികം ബുദ്ധിയുള്ളവളായി ആകും. You will become like God. നീ ദൈവത്തെ പോലെയാകും. You will know good and evil. നിനക്ക് നന്മ തിന്മകളെ കുറിച്ച് തിരിച്ചറിയാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. And suddenly, പെട്ടെന്ന് when Eve looks at that fruit, ഈ ഹവ്വ ആ ഫലത്തേക്ക് നോക്കിയപ്പോൾ and the fruit looks beautiful. അത് വളരെ മനോഹരമായ ഒരു ഫലമായി കണ്ടു. It looks good for food. അത് ഭക്ഷണത്തിന് വളരെയധികം സാധ്യതയേറിയതായി തോന്നി. It looked as if it will make Adam and Eve more wiser. അത് കൂടുതൽ ബുദ്ധി ലഭിക്കുന്ന ഒരു പഴമായിട്ട് അവർക്ക് തോന്നി. So eventually he takes that fruit and she eats it and gives to Adam. അങ്ങനെ ഹവ്വ ആ ഫലം എടുത്ത് കഴിച്ച് ആദമിന് കൊടുത്തു. They wanted to be more wiser. അവർക്ക് കൂടുതൽ ബുദ്ധിയുള്ളവരാകാനായിട്ട് അവർ They were already wise with the wisdom of God. അവര് ആദ്യമേ തന്നെ മുമ്പേ തന്നെ ദൈവിക ജ്ഞാനത്താൽ അവർ നിറഞ്ഞവരായിരുന്നു.
They wanted to fill their stomach, which was already full. അവരുടെ വയറ് മുമ്പ് തന്നെ അവർ തിന്ന് തൃപ്തരായിരുന്നു. They wanted to be more happy. അവർക്ക് കൂടുതൽ സന്തോഷത്തിന് വേണ്ടി അവർ ആഗ്രഹിച്ചു. They did those things that they didn't need. അവർ ചെയ്യരുതാത്ത കാര്യങ്ങൾ അവർ ചെയ്തു. So they didn't need all these things to take the fruit and eat it. അവരിതൊന്നും ഈ ഫലം കഴിച്ച് കഴിക്കേണ്ട ആവശ്യം അവർക്കില്ലായിരുന്നു. But they did it. പക്ഷെ അവരത് ചെയ്തു. And in turn, അതിന് പകരം what they lost was, എന്താണ് അവർക്ക് നഷ്ടപ്പെട്ടത്? they lost the presence of God. ദൈവത്തിന്റെ സാന്നിധ്യം അവർക്ക് നഷ്ടപ്പെട്ടു. They lost the fellowship. Every day evening God used to come down and spend time with them. They lost that fellowship. എല്ലാ ദിവസവും ദൈവം അവരോട് കൂടെ വന്ന് അവരോടൊപ്പം ഉണ്ടായിരുന്ന ആ ഫെലോഷിപ്പ് അവർ നഷ്ടപ്പെട്ടു. They lost the authority over the garden. അവർക്ക് ആ ഏദൻ തോട്ടത്തിലുണ്ടായിരുന്ന അധികാരം നഷ്ടപ്പെട്ടു. They were driven out of the garden and made slaves to work in the land. അവരെ ആ ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കി അവർ പുറത്ത് അടിമ ജോലി ചെയ്യേണ്ട അവസ്ഥ അവർക്ക് വന്നു. If you see the mistake or the sin that Eve and Adam has done, it's a very small sin. നമ്മൾ കാണുമ്പോൾ ഔവ ചെയ്തിരിക്കുന്ന ആദം ചെയ്തിരിക്കുന്ന തെറ്റ് ഒരു ചെറിയ തെറ്റായിട്ട് തോന്നും. It's not a big sin. ഇതൊരു വലിയ തെറ്റായിട്ട് നമുക്ക് തോന്നില്ല. For example, if I say to Abigail, do not touch that book, and she takes that book. ഉദാഹരണത്തിന് ഞാൻ അബിഗയിലോട് പറയുകയാണ് ആ ബുക്ക് തൊടരുതെന്ന് പറഞ്ഞു, പക്ഷേ ആ അബിഗയിൽ ആ ബുക്ക് എടുത്തു. What will I do? ഞാൻ എന്ത് ചെയ്യും? I do nothing. ഞാനൊന്നും ചെയ്യില്ല. It's a small disobedience. ഒരു ചെറിയ അനുസരണക്കേട് മാത്രമല്ലേ. If you see the gravity of the sin that Adam and Eve has done, ആദവും ഹവ്വയും ചെയ്തിരിക്കുന്ന ആ തെറ്റിന്റെ ആഘാതം നമ്മൾ നോക്കുമ്പോൾ, അതിന്റെ കാഠിന്യം നമ്മൾ നോക്കുമ്പോൾ, it's a very small sin. അതൊരു ചെറിയ ഒരു തെറ്റാണ്. But the small sin has brought sin into this world. ആ ഒരു ചെറിയ തെറ്റ് വലിയ ഒരു തെറ്റ് ഈ ലോകത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. Adam and Eve were made in the image of God, holy. അവര് ആദാമിനെ ഹവ്വയും ദൈവത്തിന്റെ സ്വന്തം സ്വരൂപത്തില് വിശുദ്ധരായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. But when this sin entered into this world, എന്നാൽ ഈ പാപം ഈ ലോകത്തിലേക്ക് കടന്നപ്പോൾ they became unholy. അവര് അശുദ്ധരായി മാറി. They lost the presence of God. They lost the presence of God. അവർ ദൈവത്തിന്റെ സാന്നിധ്യം അവർക്ക് നഷ്ടപ്പെട്ടു. They lost the authority. അവർക്ക് അധികാരം നഷ്ടപ്പെട്ടു. And the most important thing, when we seek things that we don't need, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നാം അതിന്റെ പുറകെ നാം അന്വേഷിച്ചു പോകുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത്, we do not seek the presence of the Lord. നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ അന്വേഷിക്കുന്നില്ല. We do not feel like going into presence for prayer. നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ ആഗ്രഹിക്കില്ല. After Adam and Eve has done this mistake, അവരെ ഈ ഒരു തെറ്റ് ചെയ്തതിനു ശേഷം, when God comes down in the evening, ദൈവം അവരോടൊപ്പം ഈ വൈകുന്നേര സമയങ്ങളിൽ അവരുടെ അടുത്തേക്ക് വന്നപ്പോൾ, Adam and Eve were not seeking the presence of God. അവര് ദൈവത്തിന്റെ സാമീപ്യം അവര് അന്വേഷിച്ചിരുന്നില്ല. They were not seeking the presence of God, but rather they were hiding from the presence of God. അവർ ദൈവത്തിന്റെ സാമീപ്യം ആഗ്രഹിക്കാതെ അവർ ദൈവത്തിൽ നിന്നും മറഞ്ഞു നിൽക്കുകയാണ് ചെയ്തത്. And the only thing that they were seeking, അവർ അന്നേരം അന്വേഷിക്കുന്ന ഒരേ ഒരു കാര്യം, for a few leaves to cover up their shame. അവരുടെ നാണം, നഗ്നത മറയ്ക്കാനായിട്ട് ഉള്ള ഇല ആണ് അവർക്ക് ആവശ്യം വന്നത്. They were not seeking the presence of the Lord. അവർ ദൈവത്തിന്റെ സാന്നിധ്യമല്ല അവർ ആഗ്രഹിച്ചത്. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. And one more example is about David and Bathsheba. അതുപോലെ ഒരു ഉദാഹരണം കൂടിയുണ്ട്, ദാവീദും ബത്ശബയും. We all know this story. ഈ കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. David one day sees Bathsheba ഒരു ദിവസം ദാവീദ് ബത്ശബയെ കാണുന്നു. and has a desire for her. തന്റെ ഉള്ളിൽ അവൾക്ക് വേണ്ടിയുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുന്നു. And finally he fulfills it. അവസാനം അവർ അത് ആ തെറ്റ് ചെയ്യുന്നു. In the process, ആ ഒരു പ്രക്രിയയിൽ he had to kill Uriah, her husband. ഊരിയാവ് എന്ന ബത്ശബയുടെ ഭർത്താവിനെ തനിക്ക് കൊല്ലേണ്ടതായിട്ട് വന്നു. So in Samuel, 2 Samuel chapter 12, 2 ശമൂവേൽ 12-ാം അധ്യായത്തിൽ, go home and read. God says to David after he has committed this crime, ദാവീദ് ദൈവത്തോട് ഈ ഒരു തെറ്റ് ചെയ്തതിനു ശേഷം ദാവീദിനോട് ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതിൽ വായിക്കാവുന്നതാണ്. പിന്നീട് അത് വീട്ടിൽ പോയി വായിക്കാം. David, I have given you the kingdom, I have given you the throne. ദാവീദിനോട് പറയാണ്, ഞാൻ നിനക്ക് രാജ്യത്തെ തന്നു, ഞാൻ നിനക്ക് സിംഹാസനത്തെ തന്നു. I have given you wives, I have given your masters' wives.
ഞാൻ നിനക്ക് ഭാര്യയെ തന്നു, നിന്റെ യജമാനന്മാരുടെ ഭാര്യയെ തന്നു. I have given you everything. നിനക്ക് ഞാൻ എല്ലാം തന്നു. I have given you everything. എല്ലാ കാര്യങ്ങളും നിനക്ക് ഞാൻ തന്നു. Even if that wasn't enough, അത് നിനക്ക് മതിയായിരുന്നില്ല എങ്കിൽ I would have given you more. നിനക്ക് ഞാൻ കൂടുതൽ തരുമായിരുന്നു. I would have given you more. നിനക്ക് ഞാൻ ഇനിയും അധികം But തരുമായിരുന്നു. the sin that you have done has displeased the Lord. നീ ചെയ്തിരിക്കുന്ന തെറ്റ് ദൈവത്തിന് ദൈവത്തെ പിന്നെ പ്രസാദകരമായിട്ടുള്ളതല്ല നീ ചെയ്തത്. What David did was not needful. ദൈവത്തിന് David said it, ആവശ്യമില്ല. ദാവീദ് ചെയ്തത് ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ്. And what David lost, അതുകൊണ്ട് എന്താണ് ദാവീദിന് നഷ്ടപ്പെട്ടത്? we can see in Psalms 51. 51 സങ്കീർത്തനത്തിൽ നമുക്കത് കാണാം. David lost his joy of salvation. തനിക്ക് രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടതായിട്ട് കാണാം. He cries in Psalms 51. 51 സങ്കീർത്തനത്തിൽ താൻ ഇങ്ങനെ കരയുകയാണ്. Oh Lord, do not take away your spirit from me. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്റെ ഉള്ളിൽ നിന്ന് എടുക്കരുതേ. Do not cast me away from your presence. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. Oh Lord, restore me the joy of salvation. എന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. Do not take away your spirit from me. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. David lost the joy of salvation. ദാവീദ് പരിശുദ്ധാത്മാവിന്റെ സന്തോഷം നഷ്ടപ്പെടുത്തി. David lost the joy in the spirit. ദാവീദ് പരിശുദ്ധാത്മാവിലുള്ള ആ സന്തോഷം നഷ്ടപ്പെടുത്തി കളഞ്ഞു. And it wasn't for 1 or 2 days or 1 week or 2 weeks or a few months. ഇത് ഒരു ദിവസത്തേനോ ചില ആഴ്ചകളോ ചില മാസത്തിനോ വേണ്ടി മാത്രമായിരുന്നില്ല. When you sin, നമ്മൾ പാപം ചെയ്യുമ്പോൾ sin steals the joy of salvation. Sin steals the joy of salvation. തെറ്റ് പാപം നമ്മളുടെ സന്തോഷത്തെ മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. Sin steals the joy of salvation. പാപം നമ്മളുടെ സന്തോഷത്തെ മോഷ്ടിക്കുന്നു. And the eyes of David were blinded for about 9 to 12 months. Eyes of David were blinded. ദാവീദിന്റെ കണ്ണുകൾ 9 മാസത്തേന് അന്ധത ബാധിച്ചു. He couldn't understand that he has done a sin. താനൊരു തെറ്റ് ചെയ്തതെന്ന് തനിക്ക് മനസ്സിലായില്ല. Even when Nathan comes to his court, prophet Nathan, നാഥാൻ പ്രവാചകൻ വന്ന് തന്റെ ആ തെറ്റിനെ ബോധ്യപ്പെടുത്തുന്നത് വരെ താനൊരു പാപമാണ് ചെയ്തതെന്ന് തനിക്ക് ബോധ്യം വന്നിരുന്നില്ല. Nathan tells a parable about a rich man and a poor man. നാഥാൻ പ്രവാചകൻ വന്നിട്ട് അവിടെ ഒരു ഉദാഹരണം പറയുകയാണ്. ഒരു പാവപ്പെട്ട ഒരു മനുഷ്യന്റെയും ഒരു ധനികനായിട്ടുള്ള ഒരു വ്യക്തിയുടെയും ഒരു ഉദാഹരണം അവിടെ വന്ന് പറയുന്നു. But still David doesn't understand that he was speaking about David. അപ്പോഴും തന്നെ കുറിച്ചാണ് ഈ പ്രവാചകൻ പറയുന്നത് ദാവീദിന് മനസ്സിലായില്ല. His eyes were so much blinded. അവന്റെ കണ്ണുകൾ അത്രയധികം കുരുടാക്കപ്പെട്ടിരുന്നു. The spirit inside him was quenched and grieved. അവന്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയായിരുന്നു. He lost the conviction of the Holy Spirit inside him. പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ബോധ്യം അവന് നഷ്ടപ്പെട്ടു. Holy Spirit is the one who convicts you and shows you your sins and mistakes. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലെ നമ്മുടെ തെറ്റുകളെ ബോധ്യം വരുത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. And even after Nathan has come and said that parable, he couldn't understand his mistake. നാഥാൻ പ്രവാചകൻ വന്ന് ഈ ഒരു ഉദാഹരണം അവിടെ കാണിച്ച ഈ ഒരു കാര്യം അവനെ ബോധ്യപ്പെടുത്തിയിട്ടും അവന്റെ തെറ്റിനെ കുറിച്ച് മനസ്സിലായില്ല. Finally Nathan had to confront him directly, saying, "You are the culprit." അവസാനം നാഥാൻ പ്രവാചകന് നേരിട്ട് പറയേണ്ടി വന്നു, നീയാണ് ആ പാപി എന്ന്. So when we seek those things of the world which are not needed, നമുക്ക് ഈ ലോകത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ നാം പോകുമ്പോൾ we start losing the blessings and fruits of the Spirit in our lives. നാം ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും നാം നഷ്ടപ്പെടുത്തി കളയുകയാണ് ചെയ്യുന്നത്. So next we'll see what do we need to seek in the presence of the Lord and what God wants us to seek. ഇനി നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നാം എന്താണ് നാം അന്വേഷിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. Hallelujah. Hallelujah. Feeling sleepy? ഉറക്കം വരുന്നുണ്ടോ? Hallelujah. Hallelujah. So Matthew 6:33. മത്തായി 6:33. Seek first his kingdom and righteousness, ആദ്യം അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, and all things shall be added unto you. അതോടുകൂടി നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെയും നിങ്ങൾക്ക് നൽകും. If you see in that Matthew 6 chapter,
മത്തായി 6-ാം അധ്യായത്തിൽ God says to each one of us, do not worry about the food, do not worry about what you drink and eat, do not worry about your dress, do not worry about your job, do not worry about your future, do not worry about money, do not worry about your career. മത്തായി 6-ാം വാക്യത്തിൽ നമ്മളോട് എല്ലാവരോടും കർത്താവ് പറയാണ്, നിങ്ങൾ എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങളുടെ ജോലിയെ കുറിച്ചോ നിങ്ങളുടെ മറ്റ് ഈ ലോകത്തിലെ ആവശ്യങ്ങളെ കുറിച്ചോ ഒന്നും നിങ്ങൾ ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട, വ്യാകുലപ്പെടേണ്ട എന്ന്. And after saying all these things, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷവും to the end of the chapter, 33rd verse, 33-ാമത്തെ വാക്യത്തിൽ seek first his kingdom. അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക. Seek first his kingdom. അവന്റെ രാജ്യവും നീതി And അന്വേഷിക്കുക. then all things shall be added unto you. അപ്പോൾ ആവശ്യമുള്ളതെല്ലാം നമുക്ക് അവൻ നൽകും. You do this thing, seeking my kingdom, and all things will fall to its place. നീ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ നിന്റെ പിന്നാലെ വന്നോളും. And what is kingdom of God? അതാണ് ദൈവത്തിന്റെ രാജ്യം. What is kingdom of God? എന്താണ് ദൈവരാജ്യം? What it is to seek the kingdom? എന്താണ് ദൈവരാജ്യം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ Romans 14:17. റോമാലേഖനം 14-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. The kingdom of God is not food and drink, but righteousness, peace, and joy in the Holy Spirit. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. The kingdom of God is righteousness, peace, and joy in the Holy Spirit. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. When I'm seeking righteousness, I'm seeking the kingdom of God. ഞാൻ നീതി അന്വേഷിക്കുമ്പോൾ, ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുമ്പോൾ, when I seek peace, I seek the kingdom of God. ഞാൻ സമാധാനം അന്വേഷിക്കുമ്പോൾ, ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുമ്പോൾ അന്വേഷിക്കുന്നു. ഞാൻ സമാധാനം അന്വേഷിക്കുമ്പോൾ ഞാൻ ദൈവരാജ്യത്തെയാണ് അന്വേഷിക്കുന്നത്. When I seek the joy in the Holy Spirit, I'm seeking the kingdom of God. ഞാൻ പരിശുദ്ധാത്മാവിൽ സന്തോഷം വയ്ക്കുമ്പോൾ ഞാൻ ദൈവരാജ്യത്തിൽ സന്തോഷിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. So the first thing as a Christian God wants us to seek his kingdom. ആദ്യം ഒരു ദൈവവിശ്വാസിക്ക് ആദ്യം ചെയ്യേണ്ടത് അവന്റെ രാജ്യം അന്വേഷിക്കുക എന്നുള്ളതാണ്. God wants us to seek the joy in the Holy Spirit. ദൈവം ആഗ്രഹിക്കുന്ന നാം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തെ ആഗ്രഹിക്കുക. The joy in the Holy Spirit that is inside me is the kingdom of God. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ. The joy is the kingdom inside me. ആ സന്തോഷം എന്ന് പറയുന്നത് ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ ഉള്ളത് എന്നാണ്. Luke chapter 17:21 says the kingdom of God resides in you, among you. ലൂക്കോസിന്റെ 12-ന്റെ 17:21 പറയുന്നുണ്ട്, ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. The kingdom of God is within you, it is among you. ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. The kingdom of God is the joy inside me. ദൈവരാജ്യം, ദൈവത്തിന്റെ ആ സന്തോഷം നമ്മുടെ ഉള്ളിൽ ഉള്ളതാണ് ദൈവരാജ്യം. The kingdom of God is the joy inside me, the joy of salvation. ആ രക്ഷയുടെ സന്തോഷം നമ്മുടെ ഉള്ളിലുള്ളത്, അതാണ് ദൈവത്തിന്റെ രാജ്യം. Without the joy of salvation, പരിശുദ്ധാത്മാവിന്റെ സന്തോഷമില്ലാതെ, രക്ഷയുടെ സന്തോഷമില്ലാതെ, without the joy in the Holy Spirit, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമില്ലാതെ I cannot be a witness of Jesus Christ. I cannot be a witness. ഞാൻ യേശുവിന്റെ നല്ലൊരു സാക്ഷിയായിരിക്കാൻ എനിക്ക് സാധിക്കില്ല. I cannot cherish my walk with Jesus. I cannot love, I cannot enjoy. എനിക്ക് ആ ഒരു ജീവിതം, യേശുവായിട്ടുള്ള ഒരു ജീവിതം എനിക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല. I will not cherish the walk with God if I do not have this joy in the Spirit. ഈ ഒരു സന്തോഷം എൻ്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ ദൈവത്തോടൊപ്പമുള്ള ഒരു ജീവിതം എനിക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കില്ല. Many of you here are working and some of you are housewives. ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ പലരും പല ജോലികൾ ചെയ്യുന്നതാണ്. ചിലര് വീട്ടമ്മമാരാണ്. Those who are feeling sleepy, please don't sleep. നിങ്ങൾ ഉറക്കം വരുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ഉറങ്ങരുത്. Request all of you raise your hands and say hallelujah. എല്ലാവരും കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. Hallelujah. 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 So those who are doing your jobs, it might be a house job or office or anything it might be. ഇവിടെ നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നവരായാലും we love what we are doing. നമ്മൾ എന്ത് ചെയ്യുന്നോ നമ്മൾ അതിനെ ഇഷ്ടപ്പെടുന്നു. Only when we love what we are doing, നമ്മൾ ചെയ്യുന്നതിനെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ മാത്രമാണ്, only then we can give our 100%. അപ്പോൾ മാത്രമേ ആ ജോലിയോട് നമുക്ക് 100% കൂറ് പുലർത്താനായിട്ട് സാധിക്കുള്ളൂ. I love my profession very much.
ഞാൻ എൻ്റെ പ്രൊഫഷനെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. For the past few weeks, കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് from March and April, I was having severe neck pain. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ട് എനിക്ക് കഴുത്തിന് വലിയ വേദന ഉണ്ടായിരുന്നു. So I did an MRI, so there were many problems. ഞാനൊരു MRI ചെയ്തു, അതിൽ പ്രോബ്ലംസ് ഉണ്ടെന്ന് കണ്ടു. And God's doctor said that for me to, he said many restrictions for me. You should not do this, you should not do that. ഡോക്ടർ പല ജോലിയിലുള്ള പല പരിമിതികളും എന്നോട് പറഞ്ഞു, ചില റെസ്ട്രിക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. But still I go to my job. എന്നാലും ഞാൻ എൻ്റെ ജോലിക്ക് പോയിക്കൊണ്ടേയിരുന്നു. Because I love it. കാരണം ഞാൻ ആ ജോലിയെ Because I enjoy it. ഞാൻ അത് ചെയ്യുന്നതിൽ ആസ്വദിക്കുന്നു. Because I find the joy when someone gets healed. ഒരാള് രോഗസൗഖ്യം പ്രാപിക്കും, അത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. Because I find joy in what I do. ഞാൻ ആ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് And that's the reason God wants us to seek, the first and foremost thing is to seek the joy in the Holy Spirit. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം നമ്മൾ ആഗ്രഹിക്കുക എന്നാണ് ദൈവം നമ്മളെ. If I'm not able to find this joy in the Holy Spirit in my Christian life, ഈ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിനുള്ള സന്തോഷം ഞാൻ അന്വേഷിക്കുന്നില്ല എങ്കിൽ I cannot walk with Christ. എനിക്ക് യേശുവിനോടൊപ്പം നടക്കാനായിട്ട് My walk is not the correct walk. എൻ്റെ നടപ്പ് ശരിയായ നടപ്പല്ല. If I do not have this joy of salvation in my life, ഈ പരിശുദ്ധാത്മാവിന്റെ സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ I cannot be a witness of God. എനിക്ക് യേശുവിന്റെ നല്ലൊരു സാക്ഷിയായിരിക്കാൻ I സാധിക്കും. cannot cherish the walk with God. എനിക്ക് ദൈവമായിട്ടുള്ള നടപ്പ് ആസ്വദിക്കാനായിട്ട് സാധിക്കില്ല. I cannot find the joy. എനിക്ക് ആ സന്തോഷം What is joy of salvation? എന്താണ് രക്ഷയുടെ സന്തോഷം? What is joy of salvation? രക്ഷയുടെ സന്തോഷം എന്താണ്? 2000 years ago, 2000 വർഷം മുമ്പ് a man called Jesus, യേശു എന്ന് പറയുന്ന വ്യക്തി, the Son of God, ദൈവപുത്രൻ, came down to earth ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് and he died on the cross. കാൽവരി ക്രൂശിൽ മരിച്ചു. Before I accepted Jesus, ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് I didn't knew him. ഞാൻ അവനെ അറിയുന്നതിന് മുമ്പ് He knew me. അവൻ എന്നെ അറിഞ്ഞു. He knew me from my mother's womb. അവൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ മുതലേ അവൻ എന്നെ അറിഞ്ഞു. I did not love him, ഞാൻ അവനെ സ്നേഹിച്ചില്ല, but he loved me. അവൻ എന്നെ സ്നേഹിച്ചു. And because he loved me, അവൻ എന്നെ സ്നേഹിച്ചതുകൊണ്ട് we'll see that verse 1 John chapter 4 verse 19. 1 John chapter 4 verse 19. 1 യോഹന്നാൻ 4:17 4:19. We love him because he loved us first. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. We love him because he loved us first. അവൻ നമ്മളെ ആദ്യം സ്നേഹിച്ചതുകൊണ്ട് നമ്മൾ അവനെ സ്നേഹിക്കുന്നു. When Jesus loved you and me, യേശു എന്നെയും നിങ്ങളെ സ്നേഹിച്ചപ്പോൾ, when Jesus saved you and me, യേശു എന്നെയും നിങ്ങളെയും രക്ഷിച്ചപ്പോൾ, he didn't see our background. അവൻ നമ്മുടെ പശ്ചാത്തലങ്ങളൊന്നും He നോക്കിയില്ല. didn't see whose son you are, whose grandson you are. നമ്മൾ ആരുടെ മകനാണെന്നോ ആരുടെ കൊച്ചുമകനാണെന്നോ He didn't see your caste or religion. നമ്മുടെ ജാതി മതം ഒന്നും അവൻ He നോക്കിയില്ല. didn't see your economic status. നമ്മുടെ സാമ്പത്തിക സ്ഥിതി അവൻ നോക്കിയില്ല. He didn't see what kind of sins you have done. എന്തെല്ലാം പാപങ്ങൾ നാം ചെയ്തു എന്ന് അവൻ നോക്കിയില്ല. He didn't see what is your character, what is your color. എന്തൊക്കെയാണ് നമ്മുടെ സ്വഭാവ ഗുണങ്ങളെന്നോ നമ്മുടെ താലന്തുകൾ എന്താണെന്നോ അവൻ നോക്കിയില്ല. He just loved you and me. അവൻ നമ്മളെ സ്നേഹിക്കുക മാത്രം ചെയ്തു. We love him because he loved us first as we were. അവൻ നമ്മളെ ആദ്യം സ്നേഹിച്ചതുകൊണ്ട്, നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ അവൻ ആദ്യം സ്നേഹിച്ചതുകൊണ്ട് നമ്മൾ അവനെ സ്നേഹിക്കും. I didn't love him, but he loved me. ഞാൻ അവനെ സ്നേഹിച്ചില്ല, അവൻ എന്നെയാണ് സ്നേഹിച്ചത്. And he died on the cross. അവൻ ക്രൂശിൽ മരിച്ചു. He paid the price അവൻ നമുക്ക് വേണ്ടി വില കൊടുത്തു. for every sin that I committed. ഞാൻ ചെയ്ത ഓരോ പാപത്തിനും അവൻ വില കൊടുത്തു. For every disobedience. ഓരോ അനുസരണക്കേടിനും. For all the things, for all the wrongs that I have done in this world, he paid the price. ഞാൻ ഈ ലോകത്തിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഓരോ അനുസരണക്കേടിനും ഓരോ തെറ്റുകൾക്കും അവൻ വില കൊടുത്തു. He paid it all on the cross. അവൻ ഈ വില കൊടുത്തത് ക്രൂശിലാണ് വില കൊടുത്തത്. I didn't ask him for anything. We didn't ask him for anything. ഞാൻ അവനോട് വേറെ ഒന്നും ചോദിച്ചില്ല. But he took our sins. പക്ഷെ അവൻ എന്റെ പാപത്തെ എടുത്ത് And he became a sin for me and you. അവൻ എനിക്ക് വേണ്ടി അവനൊരു പാപമായി തീർന്നു. എനിക്ക് നിങ്ങൾക്കും വേണ്ടി. He took away the burden that comes with sin. ആ പാപത്തിന്റെ ഭാരത്തെ അവൻ അവന്റെ മേലെടുത്തു. Some of the sins and some of the mistakes that I and you might have committed in our lives. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ആ പാപങ്ങളുടെ പല പാപങ്ങളെയും
Some things even our family members and our friends and the people who have suffered might not forgive us. നമ്മളോട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത പാപങ്ങൾ നമ്മുടെ കുടുംബാംഗങ്ങളോട് ചെയ്യുന്നത്, പലരോടും ചെയ്യുന്നത് അവർ നമ്മളോട് ക്ഷമിച്ചിട്ടുണ്ടാവില്ല, എന്നാൽ ദൈവം നമ്മളോട് ക്ഷമിച്ചു. Yes, but the most important thing is Jesus has forgiven you and me. വളരെ പ്രധാനപ്പെട്ട കാര്യം യേശു കർത്താവ് എന്നോടും നിങ്ങളോടും ക്ഷമിച്ചു It എന്നുള്ളതാണ്. doesn't matter what you have done in the past. നമ്മുടെ ജീവിതത്തിൽ നാം എന്തും പാപം ചെയ്തിട്ടുണ്ടാകട്ടെ, God has cleansed it with His blood. അവൻ അവന്റെ പുണ്യാരത്താൽ നമ്മളെ കഴുകി വെടിപ്പാക്കി. And my dirty past എന്റെ അശുദ്ധമായിട്ടുള്ള എന്റെ ഭൂതകാലം was made as white as snow. അതൊരു ഹിമം പോലെ അത് വെളുപ്പിച്ചു. With His blood. With His blood. അവന്റെ രക്തം കൊണ്ട്. And after He died on the cross, അവൻ ക്രൂശിൽ മരിച്ചതിന് ശേഷം and He ascended to heaven, അവന് സ്വർഗ്ഗാരോഹണം ചെയ്തു. He still cared for me. അവൻ ഇപ്പോഴും എനിക്ക് വേണ്ടി അവൻ പക്ഷപാതം He ചെയ്തു. gave the Holy Spirit as a helper for me. എനിക്ക് സഹായകനായിട്ട് പരിശുദ്ധാത്മാവിനെ അവൻ He തന്നു. gave the Holy Spirit to reside inside me, എന്റെ ഉള്ളിൽ വസിക്കുന്നതിനായിട്ട് പരിശുദ്ധാത്മാവിനെ തന്നു. so that the Holy Spirit will convict the sin inside me. എന്റെ ഉള്ളിലുള്ള പാപത്തെക്കുറിച്ച് എനിക്ക് ബോധ്യം വരുത്തുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ എന്റെ ഉള്ളിൽ തന്നു. I didn't care for Him, but He cared for me. I didn't care for Him, but He cared for me. ഞാൻ അവനെ വേണ്ടിയിട്ട് അവനെ ഞാൻ ശ്രദ്ധിച്ചില്ല, പക്ഷെ അവൻ എന്നെ എനിക്ക് വേണ്ടി കരുതി. അവനെ ഞാൻ കരുതിയില്ല, അവൻ എനിക്ക് വേണ്ടി കരുതി. Joy of salvation രക്ഷയുടെ സന്തോഷം is when we understand that there was a person called Jesus. നമ്മൾ മനസ്സിലാക്കണം, ഒരു യേശു എന്ന് പറയുന്ന വ്യക്തി who died for me in my place. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി മരിച്ചു. And He said to me, അവൻ എന്നോട് പറഞ്ഞു, you are free. നീ സ്വതന്ത്രനാണ്. Your parents might not love you or forgive you, നിന്റെ കൂട്ടുകാരൻ നിന്നോട് ക്ഷമിക്കുന്നുണ്ടാവില്ല, സ്നേഹിക്കുന്നുണ്ടാവില്ല, but I love you and I have forgiven you completely. ഞാൻ നിന്നെ സ്നേഹിക്കുകയും നിന്നോട് നിന്റെ പാപങ്ങളെ ഞാൻ പരിപൂർണമായിട്ട് ക്ഷമിച്ചിരിക്കുന്നു. And we have confidence in Jesus that one day we'll see Him face to face. നമുക്ക് ഈ ഒരു പ്രാഗൽഭ്യമുണ്ട്, ഒരു ദിവസം നാം യേശുവിനെ മുഖാമുഖം കാണുമെന്ന്. That is the joy of salvation. അതാണ് രക്ഷയുടെ സന്തോഷം എന്ന് പറയുന്നത്. What is joy in the Holy Spirit? എന്താണ് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം എന്ന് പറയുന്നത്? To be content in the presence of God. ദൈവത്തിന്റെ സന്നിധിയിലുള്ള നമ്മുടെ സംതൃപ്തിയാണ്. To understand that you are complete in the presence of God is the joy in the Spirit. നമ്മൾ മനസ്സിലാക്കാൻ നമ്മുടെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് പരിപൂർണമായിട്ടുള്ള സന്തോഷമുണ്ട് എന്ന്. The joy in the Spirit might not it might not be like this world or the happiness that this world gives. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം എന്ന് പറയുന്നത് ഈ ലോകം തരുന്ന ഏതെങ്കിലും ഒരു സന്തോഷമല്ല. Where you go, where you are excited, where you are so much excited that you want to go into the world and enjoy all the pleasures. ഈ ലോകത്തിലേക്ക് പോയി നമ്മൾ ഈ ലോകത്തിലുള്ള പല കാര്യങ്ങളും ആസ്വദിച്ച് എന്നുള്ള ആ ഒരു സന്തോഷമല്ല. But joy in the Spirit is to be content. അത് എന്ന് പറയുന്നത് നമുക്ക് സംതൃപ്തിയാണ്. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം നമുക്ക് തരുന്ന സംതൃപ്തി. You understand that you are complete and lack nothing in the presence of God. നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾക്ക് ഒന്നിനും കുറവില്ലായിരുന്നു. Hallelujah. Hallelujah. So God wants as a Christian in our lives to have this joy in the Spirit and joy of salvation. ദൈവമക്കളാകുന്ന നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്നുള്ളതാണ്. Hallelujah. Hallelujah. Sometimes in our spiritual lives, ചില സമയത്ത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ prayer becomes a burden. പ്രാർത്ഥന ഒരു ഭാരമായിട്ട് നമുക്ക് തോന്നാറുണ്ട്. Prayer should be out of burden, but prayer shouldn't become a burden. Prayer should be out of burden, but it should not become a burden. പ്രയർ നമുക്കൊരു ഭാരമായിരിക്കരുത്, പക്ഷെ പ്രാർത്ഥിക്കണം എന്നുള്ളത് നമുക്ക് അതൊരു നമ്മുടെ It should be out of burden for someone who is suffering. It should be burden of souls. It should be burden for someone, but it should not become a burden. നമുക്കതൊരു ഭാരമായി തോന്നരുത്. പ്രാർത്ഥിക്കാൻ നമുക്കൊരു ഭാരമായി തോന്നരുത്. Sometimes in our spiritual lives, prayer becomes a burden. ചില സമയം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥന ഒരു ഭാരമായിട്ട് തോന്നാറുണ്ട്. Sometimes prayer becomes exhausting. ചില സമയത്ത് നമ്മളെ പ്രാർത്ഥന നമ്മളെ തളർത്തി കളയുന്ന ഒരു അവസ്ഥയാണ്. Because we don't feel like praying.
നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നാറില്ല. Sometimes we pray, but we don't feel that power in the Spirit. നമ്മൾ ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ എന്നാൽ ഒരു പരിശുദ്ധാത്മാവ് ഒരു ശക്തി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. Sometimes we meditate the word of God, ചില സമയത്ത് നമ്മൾ വചനം ധ്യാനിക്കുമ്പോൾ but we do not feel that Spirit inside us bubbling with joy. നമുക്ക് ആ പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം തരുന്നതായിട്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നില്ല. We feel that the Spirit inside is dead. We do not feel Him. We feel that the Spirit inside is dead. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ നിർജീവമാണ് എന്ന് നമുക്ക് തോന്നും. We do not feel the joy of salvation. ആ പരിശുദ്ധാത്മാവിന്റെ രക്ഷയുടെ ആ സന്തോഷം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ആസ്വദിക്കാൻ You സാധിക്കില്ല. feel that the things and pleasures that this world gives you is far more better, is far more good than what you are enjoying in the presence of God. ഈ നമ്മുടെ ഈ ലോകത്തിലുള്ള മറ്റു കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും വലിയ സന്തോഷം, ദൈവത്തിന്റെ സാന്നിധ്യത്തിലുള്ളതല്ല എന്ന് നമുക്ക് ചില സമയത്ത് തോന്നും. Hallelujah. ഹല്ലേലൂയ. In the Old Testament, പഴയ നിയമത്തില് God used to take away the Spirit when people used to disobey Him. God will take the Spirit away. ദൈവം ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനെ എടുത്തു You കളയുമായിരുന്നു. can see in the book of Samuel, when Saul disobeyed God, the Spirit of God left him. നമുക്ക് ശൗലിനെ കുറിച്ച് കാണാം. ശൗല് ദൈവത്തെ അനുസരണക്കേട് കാണിച്ചിരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ശൗലിൽ നിന്ന് മാറിപ്പോയി. And similarly, David says, "Do not take away your spirit from me." അങ്ങനെയാണ് അതുപോലെയാണ് ദാവീദ് പ്രാർത്ഥിച്ചത്, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ എടുക്കരുത് എന്ന്. But in this New Testament, എന്നാൽ ഈ പുതിയ നിയമത്തില് Ephesians 4:30, എഫേസ്യ ലേഖനം 4:13 പറയുന്നു, 4:30, 4:30 പറയുന്നു, "Do not grieve the Spirit of the Lord, with whom you have been sealed for the day of redemption." നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. We have been sealed with the Holy Spirit until the day of redemption. We have been sealed with the Holy Spirit. നമ്മളെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുകയാണ്. God will not take away the Spirit from you and me, നമ്മുടെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ അവൻ എടുത്തു കളയും. because we have been sealed with the Spirit. കാരണം അവൻ നമ്മളെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുകയാണ്. But many a times we feel dead, we do not feel the joy of salvation. പക്ഷെ പല സമയത്തും നമ്മൾ ആ പരിശുദ്ധാത്മാവിന്റെ ഒരു സന്തോഷം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. We feel the pleasures of this world are far more greater than the joy I find in the Lord. കർത്താവിലുള്ള സന്തോഷത്തെക്കാൾ നമ്മൾ ഈ ലോകത്തിലുള്ള സന്തോഷത്തെ നമ്മൾ കൂടുതൽ പ്രാധാന്യപ്പെട്ടതായിട്ട് കാണുന്നു. And what do we need? നാം എന്താണ് ചെയ്യേണ്ടത്? What do we need is not more anointing. നമുക്ക് വേണ്ടത് കൂടുതൽ അഭിഷേകമാണ്, അഭിഷേകമല്ല. What we need is not more anointing. നമുക്ക് വേണ്ടത് വലിയൊരു പരിശുദ്ധാത്മാവിന്റെ കൂടുതൽ അഭിഷേകമല്ല. What we need is more obedience to the Holy Spirit. പരിശുദ്ധാത്മാവിനോടുള്ള അനുസരണമാണ് നമുക്ക് വേണ്ടത്. What we need is not more anointing. നമുക്ക് കൂടുതൽ ഒരു അഭിഷേകമല്ല നമുക്ക് വേണ്ടത്. What we need is more obedience to the Holy Spirit. നമുക്ക് പരിശുദ്ധാത്മാവിനോടുള്ള കൂടുതൽ അനുസരണമാണ് നമുക്ക് വേണ്ടത്. What we need is not more of the Spirit. നമുക്ക് കൂടുതൽ പരിശുദ്ധാത്മാവിന്റെ അളവ് കൂടുതലല്ല വേണ്ടത്. But what the Spirit needs is more of me. പരിശുദ്ധാത്മാവിന് എന്താണ് വേണ്ടത്? നമ്മളെയാണ് അധികം പരിശുദ്ധാത്മാവിന് വേണ്ടത്. What the Holy Spirit needs is more of my time. പരിശുദ്ധാത്മാവിന് വേണ്ടത് എന്റെ കൂടുതൽ സമയമാണ് പരിശുദ്ധാത്മാവിന് വേണ്ടത്. What the Holy Spirit needs is more of my fellowship. പരിശുദ്ധാത്മാവിന് വേണ്ടത് എന്റെ കൂടുതൽ ഉള്ള കൂട്ടായ്മയാണ് പരിശുദ്ധാത്മാവ്. What the Holy Spirit needs is more of my obedience. പരിശുദ്ധാത്മാവിന് വേണ്ടത് എന്റെ കൂടുതലുള്ള ഒരു അനുസരണമാണ് വേണ്ടത്. What the Holy Spirit needs is an absolute surrender of my life. പരിശുദ്ധാത്മാവിന് വേണ്ട എന്റെ ജീവിതം പരിപൂർണമായിട്ട് ഒരു അവന് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണ് വേണ്ടത്. I can either grieve the Spirit, എനിക്ക് ഒന്നെങ്കിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാം, or I can make him joyful. അല്ലെങ്കിൽ എനിക്ക് അവനെ സന്തോഷിപ്പിക്കാൻ സാധിക്കും. I can either quench the Spirit. എനിക്ക് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ സാധിക്കും. Quench. I can either quench the Spirit, എനിക്ക് പരിശുദ്ധാത്മാവിനെ ഞെരുക്കാനായിട്ട് സാധിക്കും, or I can make him to live as a spirit of fire inside me. എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ ഒരു അഗ്നിയായിട്ട് ജ്വലിപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കും. I cannot do both at the same time. I can either grieve him. I cannot do both grieving and make him happy at the same time. ഒന്നുകിൽ പരിശുദ്ധാത്മാവിനെ
ഞെരുങ്ങുന്ന ഒരവസ്ഥയിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കുന്ന ഒരവസ്ഥയിലാക്കാൻ എനിക്ക് സാധിക്കും. I cannot do both at the same time. ഒരേ സമയത്ത് എനിക്ക് ഇത് രണ്ടും ചെയ്യാൻ സാധിക്കില്ല. And a person who is running after the things of this world, ഈ ലോകത്തിന്റെ ആവശ്യങ്ങളുടെ പുറകെ ഓടുന്ന വ്യക്തിക്ക് no matter who keeps hand on you and pray, ആര് നിങ്ങളുടെ മേൽ കൈവച്ചാലും അത് ഒരു വിഷയമല്ല. I and you cannot be full of the Spirit. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് പ്രാപിക്കാൻ സാധിക്കില്ല. Only when we show obedience to the Holy Spirit, നാം പരിശുദ്ധാത്മാവിനോടുള്ള മുഴുവൻ ഒരു അനുസരണത്തിലാകുമ്പോൾ, and rather than grieving him, we make him joyful by meditating the word of God. അവനെ ദുഃഖിപ്പിക്കാതെ അവനെ സന്തോഷിപ്പിക്കുക, വചനം വായിച്ച് വചനത്തിൽ കൂടി അവനെ സന്തോഷിപ്പിക്കുമ്പോൾ, that is when we'll be full of the Spirit. അപ്പോൾ ആണ് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഒരു പൂർണ്ണതയിൽ നമ്മൾ വരുന്നത്. So my dear brothers and sisters, these words please remember, what I need is not more of the Spirit. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്ക് എന്താണ് വേണ്ടത്? കൂടുതൽ പരിശുദ്ധാത്മാവിന് കൂടുതൽ അളവല്ല, but what the Spirit needs is more of me. പരിശുദ്ധാത്മാവിന് വേണ്ടത് എന്നെയാണ് അധികമായിട്ട് പരിശുദ്ധാത്മാവിന് It takes more of my time, more of my fellowship, more of my obedience. എന്റെ ടൈം, എന്റെ കൂട്ടായ്മ, എന്റെ അനുസരണം, ഇതൊക്കെയാണ് പരിശുദ്ധാത്മാവ്. Only then I can be a man full of the Spirit, and you can be a man who is full of the Spirit. അപ്പോൾ മാത്രമേ എനിക്കൊരു പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയായിട്ട് ആകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. And only then you can understand this joy in the Holy Spirit, which is far more greater than the pleasures of this world. അപ്പോൾ മാത്രമേ ഈ ലോകത്തിലുള്ള സന്തോഷത്തെ കഴിഞ്ഞും ഏറ്റവും കൂടുതൽ സന്തോഷം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. And that's the reason God says, first thing that God wants us to do is seek first the joy in the Spirit. അതുകൊണ്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ആദ്യം അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക. Seek first the joy in the Spirit. അവന്റെ ആദ്യം അന്വേഷിക്കുന്ന പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. And in Romans chapter 12 we can see Paul says, offer your bodies as a living sacrifice. റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ ബുദ്ധിയുള്ള ആരാധനയായി ദൈവത്തിന് സമർപ്പിക്കാൻ. And in the Gospels Jesus says regarding believers, വിശ്വാസികളെ കുറിച്ച് സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു, be like salt and light. നിങ്ങൾ ഉപ്പും വെളിച്ചവുമായിട്ടിരിക്കുക. And the uniqueness about salt and light, ഉപ്പിന്റെയും വെളിച്ചത്തിന്റെയും പ്രത്യേകത, when you put salt in something, നമ്മൾ ഉപ്പ് എന്തിലേലും ഇടുമ്പോൾ it will be completely dissolved, അത് മുഴുവനായിട്ട് അതിൽ ലയിച്ചു ചേരും. and after some time you cannot see the salt. കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് ആ ഉപ്പ് കാണാൻ And സാധിക്കില്ല. that is what God wants us today to do, അതാണ് ദൈവം എന്ന് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. to offer our lives as a living sacrifice to God, നമ്മുടെ ശരീരങ്ങളെ അവന് പ്രസാദകരമായിട്ടുള്ള ഒരു യാഗമായി സമർപ്പിക്കുക. to surrender our lives to the Holy Spirit, നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുക. to be obedient to His voice. അവന്റെ ശബ്ദത്തെ നാം അനുസരിക്കുക. There are many things in this world that are pulling you towards the world. ഈ ലോകത്തിലുള്ള പല കാര്യങ്ങളും നമ്മളെ ലോകത്തിലേക്ക് വലിച്ചുകൊണ്ടിരിക്കും. But my dear brothers and sisters, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, when you experience the joy in the Spirit, നമ്മൾ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തെ നാം ആസ്വദിക്കുമ്പോൾ, all the things, all the pleasures in this world will look like useless things before you. ഈ ലോകത്തിലുള്ള എല്ലാ സന്തോഷവും മറ്റുള്ള എല്ലാ കാര്യങ്ങളും പ്രയോജനമില്ലാത്തതാണെന്ന് നമുക്ക് തോന്നും. Seek first the joy in the Spirit. ആദ്യം നമ്മൾ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം I അന്വേഷിക്കുക. request all of you to stand up, those who can stand. ഈ സമയത്ത് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നവർ എഴുന്നേറ്റ് നിൽക്കുക. Lord, thank you for speaking to us, Father Lord. കർത്താവേ, ഈ സമയം ഞങ്ങളോട് സംസാരിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. Lord, the only thing that you want us to seek, കർത്താവേ, അങ്ങ് ഞങ്ങൾ അന്വേഷിക്കേണ്ടത്, അങ്ങ് ആഗ്രഹിക്കുന്നത് to seek the joy in the Spirit. അങ്ങയുടെ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. Lord, many times in our lives, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും we have lived a boring Christian life. ഞങ്ങളുടെ ക്രിസ്ത്യൻ ജീവിതം ഒരു വളരെ ബോറിംഗ് ആയിട്ട് തോന്നാറുള്ളത്. We didn't have the joy of salvation. ഞങ്ങൾക്ക് രക്ഷയുടെ സന്തോഷമില്ലാത്തതുകൊണ്ടാണ്. We didn't have the joy in the Holy Spirit. ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം ഇല്ലാത്തതുകൊണ്ടാണ്. Many times we didn't feel that spirit inside us who is bubbling with joy in the presence of the Lord. പലപ്പോഴും ഞങ്ങളുടെ ഉള്ളിലുള്ള ദൈവത്തിലെ പരിശുദ്ധാത്മാവിന്റെ ആ സന്തോഷത്തെ ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. Lord, many times like David and Adam, we went into the world seeking something that we didn't need. കർത്താവേ, പല സമയത്തും ദാവീദിനെ പോലെയും ആദമിനെ പോലെയും ഞങ്ങൾ ഈ ലോകത്തിലേക്ക് ഇറങ്ങി അതിന്റെ പലതിന്റെയും പുറകെ ഞങ്ങൾ ഓടിയിട്ടുണ്ട്. But help us, Father Lord, കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. to understand ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് what do we lose when we go into the world.
ഞങ്ങൾ ഈ ലോകത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് എന്താണ് നഷ്ടപ്പെടുന്നത് മനസ്സിലാക്കുവാൻ ഞങ്ങളെ How സഹായിക്കും. sin steals the joy of salvation. പാപം ഞങ്ങളുടെ പരിശുദ്ധാത്മാ രക്ഷയുടെ സന്തോഷത്തെ മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. Help us to be wise. കർത്താവേ, ഞങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കാനായിട്ട്, ജ്ഞാനികളായിരിക്കാനായിട്ട്, Help us to be people filled with the Spirit of God. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വ്യക്തികളായിരിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണം. Help us to be obedient to the voice of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തോട് അനുസരണമുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. Help us to spend more time with the Holy Spirit of our Lord. പരിശുദ്ധാത്മാവിനോട് കൂടെ അധികം സമയം ചെലവഴിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. Help us to bring joy to the Holy Spirit. ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിന്റെ സന്തോഷം നൽകുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. We thank you, Lord. നന്ദി കർത്താവേ. I remember each of the children who are sitting here of our Lord. ഇവിടെ ആയിരിക്കുന്ന ഓരോ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നത്. Thank you for the word of our Lord. കർത്താവേ, വചനത്തിനായി നന്ദി. Bless them, O Father Lord. അവരെ ഓരോരുത്തരെ അനുഗ്രഹിക്കണേ കർത്താവേ. Help them to meditate on this word of our ഈ Lord. വചനം ധ്യാനിക്കാൻ അവരെ ഓരോരുത്തരെ Let this സഹായിക്കണം. word be fruitful in our lives, O Father Lord. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഫലവത്താകാനായിട്ട് ഞങ്ങളെ As സമർപ്പിക്കുന്നു. we walk with Christ, ഞങ്ങൾ യേശുവിനോടൊപ്പം നടക്കുമ്പോൾ help us to find joy in that walk, O Father Lord. ആ യാത്രയിൽ ആ നടപ്പിൽ സന്തോഷം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. We thank you for your love and grace. നിന്റെ സ്നേഹത്തിനും കൃപയ്ക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു. We thank you for your sacrifice on the cross. അങ്ങയുടെ കാൽവരി ക്രൂശിലെ യാഗത്തിന് വേണ്ടി ഞങ്ങൾ നന്ദി പറയുന്നു. In Jesus' mighty name we ask and we pray. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. Amen. ആമേൻ.